ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തേഴ്സ്ഡേ എടുത്ത വീഡിയോ ആയിരുന്നു. കുട്ടികൾ സ്കൂളിലും പോയി, ഹസ്ബൻഡ് ഓഫീസിലും പോയി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. നോർമലി ഞാൻ ഫ്രൈഡേ ആണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇന്ന് ഞാൻ കരുതി ഈ ഒരു ഡേ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ബാൽക്കണീൻ്റെ അവിടുത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ ബേക്കിംഗ് പൗഡറും കുറച്ച് വിനാഗിരിയും നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകുന്ന ഫെയറി ലിക്വിഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ഡ്രോപ്പും പിന്നെ നല്ല ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അത് സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കേർട്ടനൊക്കെ അലക്കാമെന്ന് കരുതി അതൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ സോഫയൊക്കെ ഞാൻ ആ തുടക്കുന്ന തുണിയിൽ ആ സ്പ്രേ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ സോഫയെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് ഞാനിത് ചെയ്യൽ. അപ്പോൾ എനിക്ക് നല്ല ക്ലീനായിട്ട് തോന്നലുണ്ട്. ഞാനിത് മുൻപേ ചെയ്ത വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരിതാണ്, അത് വെച്ചിട്ടാണ് തുടക്കലുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ തുടച്ച്, പിന്നെ എനിക്ക് ബുക്ക് ഷെൽഫും കാര്യങ്ങളും ടി വി സ്റ്റാൻഡൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ തുടക്കാനായിട്ട് നമ്മൾ എത്ര ആഴ്ചയിൽ തുടച്ച് കഴിഞ്ഞാലും എങ്ങനെയായാലും പൊടി എങ്ങനെയായാലും വരും. അപ്പോൾ എന്തായാലും അത് ക്ലീൻ ചെയ്യണമല്ലോ. അങ്ങനെ അതൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ക്ലീനിങ്. അപ്പോൾ ഞാനതൊക്കെ ചെയ്യാൻ നിന്ന്. ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇതിൽ ചിലരെന്നോട് ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ക്ലീനൊക്കെ ആക്കിയിട്ട് നിൽക്കുന്നത്, പിന്നെ സ്വന്തം ഇതൊന്നുമല്ലല്ലോ, റെൻ്റ് റൂമല്ലേ എന്നൊക്കെ. നമ്മൾ റെൻ്റ് റൂമിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ നിൽക്കുന്ന സ്ഥലവും ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരിത്. അപ്പോൾ എനിക്കതൊരു ഇഷ്ടമായ ജോലി കൊണ്ട് ഞാനത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യുകയും ചെയ്യും. അത് എന്തോ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ തുടക്കാൻ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ ഷൂ റാക്ക് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ തലേന്ന് ഞാൻ പ്ലാന്റ്സൊക്കെ വെള്ളമെല്ലാം ചേഞ്ച് ആക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ ഇതിലൊക്കെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ തുടച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് ഷൂ റാക്കിൻ്റെ ഉള്ളും ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ അതെല്ലാം ഒന്ന് ഷൂ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഈ ഷൂ റാക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ ചെറുതിൽ എൻ്റെ ഉപ്പ എൻ്റെ ചെരുപ്പായാലും ഉപ്പാൻ്റെ ചെരുപ്പായാലും ഈ ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പണ്ട് ഇത് ക്ലീനാക്കാൻ പറയും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതുപോലെ ഈ സ്പ്രേ ബോട്ടിൽ ചെയ്യലോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഷൂ പോളിഷ് അത് വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ചേരിയില്ലേ, ചകിരി, അതിൻ്റെ ആ ഒരു പീസ് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെരുപ്പൊക്കെ നല്ലപോലെ ഉരച്ച് കഴുകിയിട്ട് വൃത്തിയാക്കുക. ഇന്നിപ്പോൾ അതൊന്നും നമ്മളായാലും കുട്ടികളായാലും ഒന്നും ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ലല്ലോ, പണ്ടത്തെ ആ ഒരു ഇത്. അപ്പോൾ ഞാൻ ആ ഷൂ റാക്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഷൂസും കുട്ടികളുടെ സ്കൂൾ ഷൂ ഒക്കെ ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഷൂസെല്ലാം ഒന്ന് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടും വെക്കുന്നുണ്ട്. ഈ ഒരു ജെല്ല് കണ്ടില്ലേ, ഇത് ജെൽ ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വൈറ്റ് ഷൂ ഒക്കെ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഞാൻ ഈ ഷൂ അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം നമ്മുടെ കേർട്ടനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, റൂമിൻ്റെയും ഹോളിൻ്റെ എല്ലാം, അതൊക്കെ ഞാൻ വേഗം തന്നെ മെഷീനിലിട്ടിട്ട് അലക്കാനിട്ടു. അങ്ങനെ അതൊക്കെ അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് ഞാൻ വേഗം റൂമിൽ പോയി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ പണിയിലേക്ക് കടന്നു.
പിന്നെ ഞാൻ അവിടെ റൂമിലുള്ള ജനലും കാര്യങ്ങളൊക്കെ തുടക്കാൻ നിന്നു. അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പൊടി പിടിച്ചതൊക്കെ നല്ലപോലെ കാണാനും പറ്റും. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അവിടെ ഒരു സൈഡ് ടേബിളിലും ഫുള്ള് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഞാൻ കരുതി AC ഒന്ന് ക്ലീൻ ചെയ്യാം. വിൻഡോ AC ആണ്. ഞാനിപ്പോൾ വീക്ക്ലി വൺസ് AC ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് പുതിയ AC വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അതിലങ്ങനെ പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഞാനത് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ AC ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ബെഡിൽ കയറിയിട്ട് ഫാനും ഒക്കെ ക്ലീൻ ചെയ്തു. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം ബെഡൊക്കെ ഒന്ന് നല്ലപോലെ കൊട്ടി ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റ് വിരിക്കാൻ നിന്നു. അങ്ങനെ എൻ്റെ ഹോളിൻ്റെ റൂമിൻ്റെ ഒക്കെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുന്നു. അപ്പോൾ ഓവണിലൊക്കെ പൊടികൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വീക്ക്ലി വൺസ് ക്ലീൻ ചെയ്യും, എങ്കിലും നല്ല പൊടിയുണ്ടാവും. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ മിക്സി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോഴേക്കും ഞാൻ തുണി മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ACയും ഇതൊക്കെ ക്ലീൻ ചെയ്തതല്ല. അപ്പോൾ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ അത് വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന് കരുതി ഞാൻ വേറൊരു തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിക്സിയും ജാറും ഒക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ കെറ്റിലും അത് വെച്ച സ്ഥലങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കിച്ചൺ കബേർഡിലുണ്ടായിരുന്ന നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ വെച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് ആ പൊടികളൊക്കെ താഴേക്ക് എടുത്ത് വെച്ചിട്ട് ആ കബേർഡൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ പൊടികളുടെ ബോട്ടിലിൻ്റെ ആ മൂടിയൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് വീണ്ടും തിരിച്ച് വെച്ചു. പിന്നെ നമ്മുടെ ഓയിലും നമ്മുടെ ചായപ്പൊടി പഞ്ചസാരൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ എടുത്ത് അവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പണികളൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും കിട്ടുക. എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്ലീനിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളതൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഞാനിതാ അവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. ആ വുഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കരുതി വേഗം ഗ്യാസ് അടുപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് അടുപ്പ് ഞാൻ നമ്മുടെ ലിക്വിഡില്ലേ, നോർമൽ സാധാ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടാണ് അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കൽ. അപ്പോൾ കുറച്ച് ഇത് അവിടെയൊക്കെ ഉണ്ടായ ഓയിലിൻ്റെ ഇതൊക്കെ അതെല്ലാം നല്ലപോലെ സ്ക്രബ്ബർ വെച്ച് ഇറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോവും. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഉരച്ചെടുത്ത് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുണി വെച്ചിട്ട്, നനഞ്ഞ തുണി വെച്ചിട്ട് അത് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ എൻ്റെ കിച്ചണിലെ എല്ലാ ക്ലീനിങ് പരിപാടികളും കഴിഞ്ഞു. പിന്നെ ഇനി ഞാൻ വേഗം ലഞ്ചിൻ്റെ പരിപാടിക്ക് ചോറ് ഇതിന് മുൻപ് ഞാൻ അരി തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ ഇതിന് ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് മീൻ മുളകിട്ടതും പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഞാനിതാ മീൻ മുളകിട്ടതിനുള്ളതും റോസ്റ്റിനും വേണ്ടിയിട്ടുള്ള സവാളയാണ് കട്ടുന്നത്. ഒരു വലിയ സവാള എടുത്തിട്ട് പകുതി റോസ്റ്റിനും പകുതി മുളകിട്ടക്കുമാണ് എടുക്കുന്നത്. അപ്പോൾ സോയാ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അങ്ങനെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞാൽ നമ്മുടെ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ. നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ ആണ് ഇതെടുക്കുന്നത്. കാണുമ്പോൾ നമുക്കിത് ശരിക്കും ഒരു ബീഫ് റോസ്റ്റൊക്കെ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മീൻ മുളകിട്ടതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോയാ ചങ്ക്സ് റോസ്റ്റ് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ മുളകിട്ട കറിയുടെ ഇതൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അയില മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ മീനും ചേർത്ത് അതൊന്ന് അവിടെ നിന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സ് ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ സോയാ ചങ്ക്സ് ചേർത്ത സമയത്തുള്ള പോലെയല്ല, അതൊക്കെ ഇത് സോയാ ചങ്ക്സ് ഒക്കെ ചെറുതായി വരുന്നുണ്ട്. നമ്മളിട്ട സമയത്ത് അത് നല്ല പൊങ്ങിയിട്ടല്ലുണ്ട്, അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കരുതി 2 മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടെടുത്ത് അതൊന്ന് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പുഴുങ്ങിയ മുട്ട ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മുളകിട്ട കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതൊന്ന് ഇതുപോലെ എടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ചേർത്തതായിരുന്നല്ലോ, അപ്പോൾ ഇനി അത് നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ മുട്ട പൊരിച്ചത് ഒരു സൈഡായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മുട്ട പൊരിച്ചത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടിക്ക് പിടിച്ചു. അപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട് സോയാ ചങ്ക്സിൻ്റെ. ഞാൻ മുളകിട്ടതിൻ്റെ ചട്ടി മാറ്റിയിട്ട് ഈ സോയാ ചങ്ക്സിനെ ഈ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ കിടന്നിട്ട് ആട്ടെ നിർത്തി അത് അവിടെ ആയിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് എല്ലാ സ്ഥലവും അടിച്ചു വരാൻ നിന്നു. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം അവിടെയൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ചു. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് നിസ്കരിച്ച് അപ്പോഴേക്കും ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനത്. അപ്പോൾ ഇതാ നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും ഹസ്ബൻഡും കൂടി വേഗം ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ ചോറും നമ്മുടെ അയില മുളകിട്ടതും സോയാ ചങ്ക്സ് റോസ്റ്റും പിന്നെ മുട്ട പൊരിച്ചതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനാണ്. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച സോയാ ചങ്ക്സ് റോസ്റ്റ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.